തൃശൂർ കുന്നംകുളം സ്വദേശിയായ സന്യാസിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരിയാണ് കേരളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ തെലങ്കാനയിൽ മരിച്ചത്. മരണത്തിന് മുൻപ് കുന്നംകുളത്തെ സുഹൃത്തിനെ വിളിച്ച് താൻ അപകടത്തിലാണെന്നും എന്തും സംഭവിക്കാമെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം റെയിൽവേ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശ്രീബിൻ അവസാനം വിളിച്ച കോൾ റെക്കോർഡ് 24-ന് ലഭിച്ചിട്ടുണ്ട്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അമൽ, എന്താണ് ഈ കോളിൽ കൂടുതൽ പറയുന്നത്? അതങ്ങനെ അപകടത്തിലാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായിരുന്നു? അസ്മിത, ഏതായാലും 28-ാം തീയതിയാണ് ഈ ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരി സ്വാമി മരണപ്പെട്ടു എന്നൊരു വാർത്ത, തെലങ്കാനയിൽ വെച്ച് മരണപ്പെട്ടു എന്നൊരു വാർത്ത കുടുംബത്തിന് ലഭിക്കുന്നത്. ഈ വാർത്ത ലഭിച്ചപ്പോൾ തന്നെ കുടുംബത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ട്രെയിൻ യാത്രക്കിടയിൽ, അതായത് ഇദ്ദേഹം ഉത്തരേന്ത്യയിലെ തീർത്ഥാടനത്തിൽ നിന്ന് പിന്നീട് കേരളത്തിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു. ഇതിനിടയിൽ തെലങ്കാനയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് അപകടം സംഭവിക്കുന്നത്. ഇദ്ദേഹം തൃശൂർ കുന്നംകുളം സ്വദേശിയായ ശ്രീബിൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര്. അപ്പോൾ ഈ ഒരു ശ്രീബിൻ കുന്നംകുളത്തുള്ള തന്റെ സുഹൃത്തിനെ വിളിച്ച് പറയുകയുണ്ടായി താൻ അപകടത്തിലാണ് എന്നും ഒരു സംഘം തന്നെ പിന്തുടരുന്നുണ്ട് എന്നും ഒരു പെൺകുട്ടിയുടെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഗ്യാങ് ആണ് തന്നെ പിന്തുടരുന്നതെന്നും ഭഗവാൻ മാത്രമേ തനിക്കിനി രക്ഷയുള്ളൂ എന്നും ഈ ഒരു ശ്രീബിൻ പറയുകയും, അപ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ഈ ഒരു സുഹൃത്ത് ഭയപ്പെടേണ്ടതില്ല, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു ഫോൺ റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കുടുംബവും സുഹൃത്തുക്കളും തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ഒരു മരണം സംഭവിക്കുന്നത്, അതായത് ഈ കോളൊക്കെ വന്നതിന് ശേഷം പിന്നീട് കുടുംബവും സുഹൃത്തുക്കളും കേൾക്കുന്നത് തെലങ്കാനയിലെ റെയിൽവേ ട്രാക്കിൽ ഇദ്ദേഹം വീണ് കിടക്കുന്നു, അദ്ദേഹത്തിന് ജീവനില്ല എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. പക്ഷേ ട്രെയിനിൽ നിന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന യാതൊരു തരത്തിലുള്ള മുറിവുകളും ഈ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കുടുംബത്തിന്റെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തെ ഗൗരവമായിട്ടാണ് കുന്നംകുളം പോലീസ് അടക്കം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തെലങ്കാനയിലുള്ള പോലീസുമായിട്ട് ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഒരു യാത്രയിലായിരുന്നു, ഇദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോളിന്റെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അന്തർ സംസ്ഥാന പ്രശ്നം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറെ കൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തന്നെ ഈ ഒരു കേസിൽ വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സ്മിത, അമൽ സുരേന്ദ്രനാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ചേർന്നത്.